പത്തോണം 10 വിഭവങ്ങളുമായി 10 രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, ചേന, ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ബൗള് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 വെണ്ടയ്ക്ക, ഒരു 2 തക്കാളി, ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉലുവ, വേപ്പില, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ കടുക്, ജീരകം, വറ്റൽമുളക്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി, പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ പരിപ്പും കഷ്ണങ്ങളും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ അതിനകത്തേക്ക് കഷ്ണങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് പച്ചമുളകും വേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൂടി നമ്മൾ ആഡ് ചെയ്ത് പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കഷ്ണങ്ങളും പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ ഇട്ട് കൊടുത്ത് ഒരു 2 തള വരെ വെയിറ്റ് ചെയ്യണം. മുരിങ്ങക്കായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെണ്ടക്കായും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകും ജീരകവും കൂടി ആഡ് ചെയ്യാണ്. ഇത് നന്നായി പൊട്ടി വരുമ്പോൾ വേണം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് വറവ് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ.
അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പത്തോണം 10 രുചിയിലെ അടുത്ത വിഭവമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് വാച്ചിങ് ഫോർ മൈ ചാനൽ.